ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഥാൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 204-ാമത്തെ ദിവസം ആണ്. ഇന്ന് 575-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം, ദൈവമാതാവിൻ്റെ മഹത്വം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ? ദൈവമാതാവിൻ്റെ മഹത്വം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധ കന്യകമറിയാം മനുഷ്യവർഗത്തിന്റെ രക്ഷാപദ്ധതിയിൽ നിർണായക പങ്കാളിത്തം വഹിച്ച മഹത്തായ വ്യക്തിത്വമാണ്. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ ദൈവമാതാവും നിത്യകന്യകയും പരിശുദ്ധമായ മറിയത്തെ വിശേഷിപ്പിക്കുന്നു. നിക്യ സുന്നകദോസ് 325 യേശുവിൻ്റെ കന്യക ജനനവും എഫേസോസ് സുന്നകദോസ് 431 പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായും അംഗീകരിക്കുന്നു. ദൈവപ്രസവത്രി കന്യക മറിയാം എന്നത് ഓർത്തഡോക്സ് മറിയ വിജ്ഞാനത്തിൻ്റെ സംക്ഷിപ്തമാണ്. ഇത് ക്രിസ്തു ശാസ്ത്രത്തോടും സഭാശാസ്ത്രത്തോടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി അംഗീകരിക്കാത്തവർ ദൈവത്തിൽ നിന്നും വേർപെട്ടവരാണെന്ന് ഗ്രിഗറി ഓഫ് നാസിയാൻസ് വ്യാഖ്യാനിക്കുന്നു. മറിയത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും അടിസ്ഥാനം ബൈബിൾ, ആദിമസഭയിൽ ഗുരുക്കന്മാരുടെ എഴുത്തുകൾ, സഭയുടെ വിശ്വാസ സംഹിത, ആരാധന പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ്. ആദ്യകാലത്ത് നിരവധി ഗുണമഹാത്മ്യങ്ങളും സ്ഥാന മഹത്വങ്ങളും മറിയത്തിന് നൽകിയിട്ടുണ്ടെങ്കിലും ദൈവപ്രസവത്രി, നിത്യകന്യക, വിശുദ്ധ എന്നീ ബഹുമതികളാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് ആധികാരികമായി ദൈവപ്രസവത്രി എന്ന സംജ്ഞയിൽ പ്രകാശം പരത്തുന്നത്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു പരിശുദ്ധാത്മാവിൽ ശരീരം ധരിച്ച് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്ന വേദപ്രമാണം ഇതിൽ ഉൾച്ചേരുന്നു. യേശുവിൻ്റെ ആളത്വം വിശദീകരിച്ച പശ്ചാത്തലത്തിലാണ് മറിയവിജ്ഞാനീയം വിപുലമായത്. മറിയം, ക്രിസ്തു, സഭ എന്നിവയുടെ സമഗ്ര ബന്ധത്തിൽ യഥാർത്ഥ വിശകലനത്തിലാണ് ഇവ വെളിപ്പെടുന്നത്. യുയാക്കീം ഹന്ന ദമ്പതികളുടെ മകളായ മറിയം പൃഥുവഴി ദാവീദിന്റെ രാജപാരമ്പര്യവും മാതൃവഴി അഹറോന്റെ പൗരോഹിത്യ പാരമ്പര്യവും ഉൾക്കൊള്ളുന്നു. നിത്യരാജാവും പുരോഹിതനുമായ ക്രിസ്തു രാജകീയ പുരോഹിത പാരമ്പര്യമുള്ള മറിയത്തിന്റെ ഉദരത്തിൽ പിറന്നു. വചനിപ്പ് ലഭ്യമായപ്പോൾ മറിയം ഗലീലയിലെ നസറേത്തിലായിരുന്നു വാസം. 4 സുവിശേഷങ്ങളിലും മറിയത്തിന്റെ വിവരങ്ങൾ ഉണ്ട്. യേശുവിന്റെ ബാല്യകാല വിശദീകരണത്തിൽ വിശുദ്ധ ലൂക്കോസ് 12 പ്രാവശ്യവും വിശുദ്ധ മാത്തായി 5 പ്രാവശ്യവും വിശുദ്ധ മർക്കോസും വിശുദ്ധ യോഹന്നാനും 2 പ്രാവശ്യവും മറിയത്തെക്കുറിച്ച് സാക്ഷിക്കുന്നു. യേശുവിന്റെ ഉജ്ജ്വല പ്രഭാഷണം കേട്ട സ്ത്രീ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞതും ഭാഗ്യവതിയായ മറിയത്തെക്കുറിച്ചായിരുന്നു. നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ. യേശുവിന്റെ മറുപടിയിൽ മഹത്വത്തിന്റെ ആത്മീയ മഹത്വം വെളിപ്പെടുകയാണ് ഇവിടെ നടക്കുന്നത്. ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. മറിയം ദൈവവചനത്തിന് സമ്പൂർണമായി വിധേയപ്പെട്ട മഹത് വ്യക്തിത്വമായിരുന്നു എന്ന് യേശു സ്ഥാപിക്കുന്നു. ചാർച്ചക്കാരിയായ എലിസബേത്തും ദൈവവചനത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട മറിയത്തെ കുറിച്ച് പ്രഘോഷിക്കുന്നു. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. യേശുവിനെ ഗർഭത്തിൽ വഹിച്ചുള്ള മറിയത്തിന്റെ സാന്നിധ്യത്തെ ഭാഗ്യകരമെന്ന്, മറിയത്തെ ഭാഗ്യവതി എന്നും എലിസബേത്ത് പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിച്ചപ്പോൾ ഇന്നു മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതിയായി എന്ന് വാഴ്ത്തും എന്ന് മറിയം പറയുന്നു. ബൈബിൾ ചരിത്രത്തിൽ മറിയത്തിന്റെ മഹത്വവും ഭാഗ്യവും ആദ്യം തിരിച്ചറിഞ്ഞത് ചാർച്ചക്കാരിയായ എലിസബേത്ത് ആണ് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ദൈവവചനം മറിയാമിന്റെ ഉദരത്തിൽ വളരുവാൻ അവസരം സൃഷ്ടിച്ചത് മറിയത്തിന്റെ സ്വാതന്ത്ര്യവും ധീരവുമായ തീരുമാനവും നിശ്ചയദാർഢ്യവുമായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ദൂതന്റെ അഭിവാദനത്തോട് ക്രിയാത്മകമായി ചിന്തിക്കുവാനും പ്രതികരിക്കുവാനും കഴിയുന്ന അസാധാരണ പ്രതിഭയുള്ള ധീരയായ സ്ത്രീ മാതൃകയാണ് മറിയം. ദൈവ പദ്ധതി തിരിച്ചറിഞ്ഞപ്പോൾ മറിയം പ്രസ്താവിക്കുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്.
പറയുന്നു. ദൈവീക സമർപ്പണത്തിന് വേണ്ടി ഏതുതരം തിരസ്കരണവും ക്ലേശവും പ്രതിസന്ധിയും ഏറ്റെടുക്കുവാൻ മറിയം തയ്യാറായി എന്ന് നമുക്ക് അറിയാം. ഭാഗ്യവതി എന്ന് വിളിക്കപ്പെട്ട മറിയം ദൈവത്തിന്റെ വിമോചന ദർശനം തിരിച്ചറിഞ്ഞു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുന്ന മറിയത്തിന്റെ മഹത്വഗീതം എളിയവരുടെ കീർത്തനമല്ല, വിമോചനത്തിന്റെ ആഹ്വാനമാണ്. പരിശുദ്ധ മറിയത്തിന്റെ മഹത്വഗീതവും യേശുവിന്റെ നസറേത്ത് മാനിഫെസ്റ്റോയും ഒരു നവ ലോക ക്രമത്തിനായുള്ള ആഹ്വാനമാണ്. ഇത് സ്നേഹവും നീതിയും സമാധാനവും കരുണയും നിലനിൽക്കുന്ന ക്രിസ്തുവിൽ ഒന്നായി തീർന്ന സാമൂഹിക ദർശനമാണ്. മറിയത്തിന്റെ സ്തുതിഗീതം പഴയ നിയമത്തിൽ മോശയും സംഘവും ചെങ്കടൽ കടന്നപ്പോൾ അത്യാഹ്ലാദത്തോടെ ആലപിച്ച സ്തുതിഗീതങ്ങൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 20-21 വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നും നമുക്ക് ഈ സ്തുതിഗീതത്തിന്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകും. ഹന്നായുടെ ഗീതവുമായി മറിയത്തിന്റെ മഹത്വഗാനത്തിന് സാധർമ്യമുണ്ട്. യേശുവിന്റെ പ്രബോധനങ്ങളിൽ ശക്തിപ്പെട്ട വിമോചന കാഴ്ചപ്പാടുകൾ ബാല്യകാലത്ത് മറിയം പകർന്നു കൊടുത്ത പ്രബോധനങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധി, പ്രാർത്ഥന, അനുസരണം, സഹനം, വിനയം എന്നിവയുടെ പ്രതീകമായി മറിയത്തെ വ്യാഖ്യാനിക്കുമ്പോൾ തിരസ്കൃതമാകുന്നത് ദൈവീക രക്ഷാകര പദ്ധതിയിൽ മറിയം സ്വീകരിച്ച ധീരമായ നിലപാടുകളാണ്. മറിയത്തിന്റെ സമഗ്രമായ ആളത്വം മറിയ വിജ്ഞാനീയത്തിൽ വ്യാഖ്യാനിക്കപ്പെടണം. വിമോചന ദർശനം പകർന്ന മറിയം സ്ത്രീ ശക്തീകരണത്തിന്റെ മഹാവ്യക്തിത്വമാണ്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്നതിനും വിമോചന ദർശനം പങ്കിടുന്നതിനും പീഡാനുഭവങ്ങളിൽ പങ്കുചേരുന്നതിനും പരിശുദ്ധ മറിയം പുതുതലമുറയ്ക്ക് ഉത്തമ മാതൃകയാണ്. കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഏത് അമ്മയിലും ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന വിശുദ്ധ മാതാവിന്റെ വിദൂര ഛായകൾ വീണുകിടക്കുന്നു എന്നാണ് KP അപ്പൻ വിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ പറയുന്നത്. വിശുദ്ധ മറിയം വെളിപ്പെടുത്തിയ പ്രവാചക വിമോചന ദർശനങ്ങൾ മറിയൻ വേദവ്യാഖ്യാനങ്ങളിൽ തിരസ്കരിക്കപ്പെടരുത്. മറിയ വിജ്ഞാനീയത്തിലെ വേദശാസ്ത്രം പുതിയ വ്യവസ്ഥിതികളുടെ പശ്ചാത്തലത്തിൽ സാമൂഹിക മാനവിക തലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. പരിശുദ്ധ കന്യക ദൈവവചനത്തെ ശ്രവിക്കുകയും സ്വീകരിക്കുകയും ഹൃദയത്തിൽ സംഹരിക്കുകയും ചെയ്തപ്പോൾ പുത്രൻ തമ്പുരാൻ ആ ജീവിതത്തിൽ ഉരുവായി. ഈ കർത്തൃ ശരീരമാണ് സഭ. സഭയെയും വിശുദ്ധ കന്യയെയും നമ്മുടെ കർത്താവിനെയും അന്യോന്യം മാറ്റി നിർത്തുവാൻ സാധ്യമല്ല എന്ന് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസും പറയുന്നുണ്ട്. നാം ഈ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ദൈവമാതാവിൻ്റെ മഹത്വം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്നാണ്. ദൈവപ്രസവത്രിയായ ആ കന്യക ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തത് എത്രയോ വലിയ മഹത്വകരമായ കാര്യമാണ്. അതായത് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും അവന് നല്ല ഒരു മാതൃത്വ ശിക്ഷണം അവന് ലഭിക്കുകയും അതോടൊപ്പം തന്നെ അവൻ്റെ മഹത്വീകരണത്തിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത മാതാപിതാക്കളെ ഓർത്ത് നാം ഓരോരുത്തരും നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും അതുപോലെ ഒരു മാതൃക കാട്ടിക്കൊടുത്ത് വളർത്തണമേ എന്ന് മാത്രം ഈ അവസരത്തിൽ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.